ഹായ്, സ്ക്രഞ്ചീസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. സാധാരണ ക്ലോത്തുകൾ ഉപയോഗിച്ചിട്ടാണ് സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ ഒരു സാറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് മെറ്റീരിയൽസ് എലാസ്റ്റിക് ആണ്. 1/4 ഇഞ്ച് വീതി വരുന്ന എലാസ്റ്റിക് ആണ് വേണ്ടത്. ആ ക്ലോത്തിലേക്ക് മാച്ച് ആവുന്ന നൂല്, പിന്നെ സൂചി, കത്രിക, പിന്നെ അളവെടുക്കുന്നതിന് വേണ്ടിയിട്ട് മീറ്റർ അല്ലെങ്കിൽ സ്കെയില്. ഇത്രയും മെറ്റീരിയൽസാണ് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി എങ്ങനെയാണ് സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ക്ലോത്തുകൾ ഒന്ന് നിവർത്തി വെച്ച് അതിനുള്ള അളവെടുക്കണം. നല്ല പഫ്ലി ആയിട്ടുള്ള ഒരു സ്ക്രഞ്ചീസാണ് എടുക്കുന്നത്. അതായത് നല്ല കുറച്ചുകൂടി വലിയ സൈസിൽ, എന്നാൽ അതിൻ്റെ നെറികളൊക്കെ നല്ല കൂടുതലുള്ള ഒരു ഡിസൈനിലുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ലെങ്ത്ത് ആവശ്യമാണ് തുണിക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു 42 ഇഞ്ച് നീളം എടുക്കുന്നുണ്ട്. നീളം 42 ഇഞ്ചും വീതി 5 ഇഞ്ചുമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതിൽ കുറഞ്ഞ് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ചും കൂടി വലിയ സൈസിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇത്രയും അളവ് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ 42 ഇഞ്ച് നീളത്തിലും 5 ഇഞ്ച് വീതിയിലുമാണ് തുണി കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് മീറ്ററിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളന്നാലും മതി. ഇതിൽ കുറഞ്ഞ് വെച്ചിട്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിനനുസരിച്ചുള്ള ഭംഗി അത് കാണാനുണ്ടാവുള്ളൂ എന്ന് മാത്രം. ഈ തുണി കട്ട് ചെയ്തെടുക്കണം. സാറ്റിനിൽ മാത്രമല്ല, മറ്റു മെറ്റീരിയൽസിലൊക്കെ നമുക്ക് സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓർഗൻസയിലും വെൽവെറ്റിൻ്റേത്, അതുപോലെ തന്നെ ഫാബ്രിക്കിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ ഈ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. തുണി നിവർത്തി വെച്ചിട്ടും മടക്കി വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ഒറ്റ മടക്കൂടി മടക്കിയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കട്ട് ചെയ്യാം. ഞാൻ ഈ രൂപത്തിലാണ് ഇവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. മടക്കി വെക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് മടക്കി കൊടുത്താൽ മതി. പകുതി വെച്ച് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഞാനത് തുണിയോടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ബാലൻസ് വരുന്ന തുണി നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ക്രഞ്ചീസിന് ആവശ്യമായിട്ടുള്ള ഈ തുണി ഇനി എങ്ങനെയാണ് ഇതുകൊണ്ട് സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി അത് ഇതുപോലെ മറിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, രണ്ടറ്റം നീളം ആണ് നോക്കേണ്ടത് കേട്ടോ. അങ്ങനെ മടക്കുമ്പോൾ രണ്ടറ്റം ഇതുപോലെ മറ്റു ഭാഗത്തേക്ക് മടക്കി കൊടുക്കുക. പകുതിക്ക് വെച്ചിട്ട് മടക്കി കൊടുക്കുക. ഈ തുന്നിയെടുക്കുന്നവർക്ക് തുന്നിയെടുക്കാം. സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എങ്ങനെ തുന്നുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്നാലേ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം സൂചി
ഇതിൽ നൂല് കോർത്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അറ്റത്തൊരു കെട്ടിട്ട് കൊടുക്കുക. ശേഷം അവിടെ സ്ക്രഞ്ചീസിന് എടുത്തിട്ടുള്ള ഈ തുണിയുടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് അവിടെ എന്ത് ചെയ്യുക, അവിടെ മുതൽ ഒരു 1/4 ഇഞ്ച് സ്പേസ് വിടുക. എന്നിട്ട് അവിടെ മുതൽ ഇങ്ങനെ തുന്നി കൊടുക്കുക. തുന്നി കൊടുക്കേണ്ട താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ സാധാരണ തുന്നുന്ന സ്റ്റിച്ച് തന്നെയാണ്. ഈ സ്റ്റിച്ചാണ് കൊടുക്കാൻ നല്ലത്. പിന്നെ ഇത് ഇനിയിപ്പോൾ തുന്നാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും സ്റ്റിച്ചിങ് അറിയുന്ന ആളുകൾക്ക് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. എന്നാണ്ട് അടിച്ചു കൊടുത്താൽ മതി. എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിക്കാം. ഞാനിവിടെ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ തുന്നുന്ന രൂപം ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇതങ്ങനെ ഇവിടെ മുതൽ അങ്ങേയറ്റം വരെ തുന്നിയെടുത്താൽ മതി. ഈ തുന്നിയെടുക്കുന്ന പക്ഷെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രൂപം കൂടി കാണിക്കാം. ഇതുപോലെ 1/4 ഇഞ്ച് സ്പേസ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ള തന്നെ 42 ഇഞ്ച് എന്ന് പറയണത് ചെറിയ സൈസൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും. ഇനി ഈ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഞാൻ ഒരു പിന്ന് അതിൽ വെച്ചിട്ട് വെക്കുകയാണ്. എന്നിട്ട് അത് ഉൾവശത്തേക്ക് ഇങ്ങനെ കൊണ്ട് മറിച്ചെടുക്കണം. പല രീതിയിലും മറിച്ചെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ പിന്ന് കുത്തിയിട്ടല്ലാതെ ഒക്കെ പറ്റും. അത് തുടക്കത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തുടക്കത്തിൽ ഉള്ള കാര്യങ്ങൾ തന്നെ വിശദീകരിച്ച് പറയണത്. ഞാനിവിടെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അലാസ്റ്റിക്കാണ്. അലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ അലാസ്റ്റിക്കിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് സ്ക്രഞ്ചീസിന് ആവശ്യമായിട്ടുള്ള അത്ര പീസ് മാത്രം മതി. വലിയ സൈസിലൊന്നും എടുക്കണ്ട, കൂടുതൽ നീളം വേണ്ട. അപ്പോൾ ഞാനിവിടെ എത്ര എടുത്തെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇവിടെ ഒരു 8 ഇഞ്ച് നീളത്തിൽ ഉള്ള ഒരു സൈസിലുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലൊരു പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ തുണി റെഡിയാക്കി വെച്ചതിനുള്ളിലോട്ട് ആ ഹോളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുക. അതിന് എലാസ്റ്റിക് ചെറുതാണ്. അപ്പോൾ നമുക്ക് ഈ അറ്റത്തുനിന്ന് വലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എലാസ്റ്റിക് ഒരു മുട്ട് പിന്ന് വെച്ച് എലാസ്റ്റിക്കും തുണിയും കൂടി അവിടെ എന്ത് ചെയ്യുക, തുന്നി അവിടെ നിന്ന് പിൻ ചെയ്ത് വെക്കുക. പിന്നെ അറ്റം നമ്മൾ അതിലോട്ട് നീക്കി കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ വലിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ അതിൽ നിന്ന് എലാസ്റ്റിക് പുറത്തേക്ക് എടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് തള്ളി പുറത്തേക്ക് കൊണ്ടുവരാനും ഇതൊക്കെ പുറത്തെടുത്ത് ഇനി ആ പിന്നൊന്ന് അയച്ച് മാറ്റിയിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ തുന്നിയെടുക്കുന്നവർക്ക് തുന്നിയെടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ ഭാഗം സ്പിന്ന് ഒഴിവാക്കി കൊടുക്കുക. ശേഷം ഇതുപോലെ അവിടെ വരുന്ന എൻ്റെ ഗ്യാപ്പ്, ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അവിടെ ഒന്ന് കൂട്ടി അടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. തുന്നി അടിക്കാനറിയാത്തവർക്ക് അവിടെ തുന്നി കൊടുത്താൽ മതി. അത് തുന്നുന്ന മോഡൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നേരത്തെ തുന്നിയ പോലെ തന്നെ തുന്നിയെടുക്കുക. ഈ തുന്നാതെ സ്റ്റിച്ച് ചെയ്യാനാണ് താല്പര്യം ഉള്ളതുള്ള ചില സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാനാണ് നല്ലത്. ഈ പിന്നെ അയച്ച് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. രണ്ടും തുന്നുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ തുന്നിയിട്ടുണ്ട്. പക്ഷേ ഇനി അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിരുന്ന രീതി ഞാൻ കാണിക്കാം കേട്ടോ. മറിച്ച് ഏച്ച് കഴിഞ്ഞാൽ പിന്നെ പുറവശത്ത് കൂടിയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഉൾവശത്ത് കൂടി സ്റ്റിച്ച് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. കാരണം അത് അതിൻ്റെത് വരെ പോവുള്ളൂ, പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുറത്തുനിന്ന് തുന്നിയിട്ട് ചെയ്യുക. ഇനി അവിടെ ഗ്യാപ്പ് കാണുന്നിടത്തുനിന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ്. സ്റ്റിച്ചിട്ടാൽ അല്ലെങ്കിൽ തുന്നിയെടുക്കാനാൽ എലാസ്റ്റിക്കൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ്. അവിടെ ഒട്ടും ഫിനിഷ് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ തുന്നി കൊടുക്കുന്നത്. പുറത്ത് ഭാഗത്ത് നിന്നാണ് തുന്നി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം സ്ക്രഞ്ചീസൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇത് നൂലൊക്കെ ഒന്ന് വെട്ടി കൊടുത്താൽ ഇത് ഫിനിഷായി. അപ്പോൾ വളരെ ഭംഗിയുള്ള നല്ലൊരു സാറ്റിൻ്റെ ഹെയർ സ്ക്രഞ്ചീസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു.